ഹോർമൂസ് കടലിടുക്ക് കപ്പലുകൾക്ക് തുറന്നുകൊടുക്കുന്നതിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച ഒരു പുതിയ ഓപ്പറേഷൻ ആരംഭിച്ചു. പ്രൊജക്ട് ഫ്രീഡം എന്നറിയപ്പെടുന്ന ഇത് കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾക്ക് കടലിടുക്കിലൂടെ സഞ്ചരിക്കാൻ സഹായിക്കുന്ന ഓപ്പറേഷനാണെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിലും പ്രഖ്യാപിച്ചു. ഈ നിർണായക കടലിടുക്കിന്റെ നിയന്ത്രണം നിലനിർത്താനുള്ള ശ്രമത്തിൽ ഇറാൻ തിരിച്ചടിയും തുടങ്ങി. ഇറാനിയൻ ആക്രമണത്തിന് ശേഷം വാണിജ്യ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതായും UAEയുടെ ഒരു എണ്ണ തുറമുഖം കത്തിനശിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നു. 4 ആഴ്ച മുൻപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ യുദ്ധസംഘർഷമാണ് കപ്പൽ ഗതാഗതം സ്വതന്ത്രമാക്കാനുള്ള നാവികസേനയ്ക്കുണ്ടായത്. 6 ചെറിയ ഇറാനിയൻ ബോട്ടുകൾ നശിപ്പിച്ചതായി US പറഞ്ഞു. എന്നാൽ ഏത് സംഘർഷാവസ്ഥയ്ക്കും മറുപടി നൽകുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തി. ഇറാന്റെ 6 ചെറിയ ബോട്ടുകൾ തന്റെ കപ്പൽക്കൂട്ടം നശിപ്പിച്ചതായി മേഖലയിലെ US സേനാ കമാൻഡർ പറഞ്ഞു. എന്നാൽ ഇറാൻ അത് നിഷേധിച്ചു. ഇറാനിയൻ സേനയെ അകറ്റി നിർത്താൻ ശക്തമായി ഉപദേശിച്ചുവെന്ന് അഡ്മിറൽ ബ്രാഡ് കൂപ്പർ പറഞ്ഞു. കടലിടുക്കിനപ്പുറം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ തീരപ്രദേശത്തിന്റെ ഭാഗങ്ങളും ഉൾപ്പെടുത്തി തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണെന്ന് പറഞ്ഞതിന്റെ ഒരു ഭൂപടം ഇറാനിയൻ അധികൃതർ പുറത്തിറക്കി. ഹോർമൂസ് കടലിടുക്കിലെ ആക്രമണത്തിന് ശേഷം നമ്മൾ തുടങ്ങിയിട്ടേയുള്ളൂ എന്ന് ഇറാൻ USന് മുന്നറിയിപ്പ് നൽകി. തിങ്കളാഴ്ച ആരംഭിച്ച ഡൊണാൾഡ് ട്രംപിന്റെ പ്രൊജക്ട് ഫ്രീഡം പ്രധാന ജലപാതയിൽ കുടുങ്ങിക്കിടക്കുന്ന ചരക്ക് കപ്പലുകളെ വഴിതിരിച്ചുവിടാൻ US സൈന്യത്തെ ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തിലൂന്നിയുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ആക്രമണം ശക്തമായി തുടരുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ യുദ്ധസമാനമായ സാഹചര്യമാണ്. എണ്ണക്കപ്പലുകൾക്ക് നേരെയും ആക്രമണം തുടരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.